ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളും ഇപ്പോൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ പിന്തുണയ്ക്കുകയാണ്. കോൺഗ്രസ് അതിനകത്ത് കുറച്ചുകൂടി ഓൾട്ടർ ചെയ്ത പരിപാടി വേണമെന്ന് മറ്റുള്ള അഭിപ്രായം അല്ലാതെ പദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഈ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് പ്രതിപക്ഷത്തെ മാറ്റി നിർത്താം, പരിസ്ഥിതിവാദികളായിട്ടുള്ള മനുഷ്യർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇത് അപകടം ഉണ്ടാക്കും, വയനാടിന് ഒരു ദുരന്തം നാം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന അഭിപ്രായം പറഞ്ഞവരാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ സംഗതി ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ പ്രോജക്റ്റിൻ്റെ അതൊരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ കഴിയും, ഒരപകടവും ഉണ്ടാവില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ കൺവിൻസ് ചെയ്യുക ആളുകളെ? തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അപകടമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി കഴിയില്ല. കാരണം പദ്ധതിയെ സംബന്ധിച്ചുള്ള എല്ലാ പാരിസ്ഥിതിക ആഘാത പഠനവും എല്ലാം നടത്തിയതിൻ്റെ ശേഷമാണ് ഇത്തരം ഒരു പദ്ധതിയുടെ നിർമ്മാണം അവിടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അപകടം ഇപ്പോൾ അവിടുത്തെ മുമ്പത്തെ ജനപ്രതിനിധി ചൂണ്ടിക്കാണിച്ചല്ലോ. ഈ നിർമ്മാണ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇപ്പോൾ ആ പ്രവൃത്തിയുടെ ഇടയിലുണ്ടാകുന്ന മണ്ണ് ഡംപ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷ്ണു സാറൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതോ അല്ലെങ്കിൽ ആ ബെൽറ്റുമായിട്ട് ബന്ധമുള്ളൊരു പ്രദേശമല്ല കള്ളാടി എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് ഈ പാറ തുറന്നുകൊണ്ടാണ് ഈ ടണലിൻ്റെ പ്രൊജക്റ്റ് നടക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് എത്തുന്ന മണ്ണ് അത് അവിടെ സൂക്ഷിച്ചു വെച്ചതിനകത്ത് അതിൽ ഇപ്പം മഴ പെയ്ത് വെള്ളം ഇറങ്ങിയപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ളൊരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായത്. അല്ലാതെ അവിടെ വേറെ ഏതെങ്കിലും മല നിരങ്ങി വരികയോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ അല്ല. അത് വയനാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ വയനാടിൻ്റെ യാത്രാ പ്രശ്നം പ്രധാന പ്രശ്നമാണ്. ഇതിനെക്കുറിച്ചെല്ലാം തന്നെയുള്ള കൃത്യമായ പഠനം നടത്തി വയനാട്ടുകാർക്ക് ഈ ജില്ലക്ക് പുറത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്